മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതം ദൈവം നമ്മെ അനുഗ്രഹിച്ച് നൽകിയതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, അവൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് നന്ദി പറയുവാനായി ഈശോ നമുക്ക് നൽകിയതാണ് ഈ ഒരു പ്രഭാതം. അപ്പം അതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായി പലതരത്തിലുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉപരിപഠനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിക്കാം. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ജീവിത മേഖലകളിൽ ശക്തമായി ഇടപെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ നല്ല ഭാവിയും അവരുടെ പഠന മേഖലകളും എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ ദൈവകരങ്ങളിലേക്ക് ഉപരിപഠനത്തിനൊക്കെ വേണ്ടി ഒരുങ്ങുന്ന കുട്ടികളെയൊക്കെ നമുക്ക് ഓർത്ത് സമർപ്പിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലൂടെ അനേകരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവാൻ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമാണ് വചനത്തിൽ നിറയുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത്, അഭിഷേകം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വചനം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വചനം നമ്മിൽ വളരാൻ തുടങ്ങും. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ എല്ലാവരിലും നിറയണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. വചനത്തിൽ വളരാൻ, വചനം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനം സ്വീകരിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം, വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക, ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിന് നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക, ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിളി എന്ന് പറയുന്നത് നിത്യജീവനിലേക്കാണ് എന്നതിനെക്കുറിച്ച് കർത്താവ് പറയുക. വിശ്വാസത്തിൽ നല്ല പോരാട്ടം നടത്തണം. വിശ്വാസത്തോടെ ദൈവത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം ജീവിക്കുമ്പോൾ നിത്യജീവൻ നമുക്ക് സ്വന്തമായി തീരുകയാണ്.
നിത്യജീവനെ നീ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണ് നമുക്ക് വിളി നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിത്യജീവനിലേക്കുള്ള വിളിയെക്കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, അതിന് വിശ്വാസം എന്ന പുണ്യം നമ്മിൽ രൂപപ്പെടണം. വിശ്വാസത്തിൽ വളരുന്നവർക്കാണ് ജീവൻ ഉണ്ടാവുന്നത്. വിശ്വാസത്തിൽ വളരുക, വിശ്വാസത്തിൽ ആഴപ്പെടുക, വിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അതെപ്പോഴും അനുഗ്രഹമായി കൃപയായി മാറും. അബ്രാഹാം വിശ്വസിച്ചു. അത് അബ്രാഹത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനായി കാരണമായി. അബ്രാഹാം വിശ്വസിച്ചതുകൊണ്ട് അബ്രാഹത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചു. പരിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. വിശ്വാസം എല്ലാറ്റിനെയും അതിലംഘിക്കുന്നതാണ്. വിശ്വസിക്കുന്നവർക്ക് എന്തും സാധ്യമാണ്. കാരണം വിശ്വസിക്കുന്നവർ തങ്ങളിലല്ല ആശ്രയിക്കുന്നത്, മറിച്ച് തങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് അവർ ആശ്രയം അർപ്പിക്കുന്നത്. അത് അവർക്കെല്ലാവർക്കും രക്ഷയായി അനുഗ്രഹമായി മാറും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഈ തലങ്ങളിലേക്ക് നമ്മൾ വളരാൻ തുടങ്ങുമ്പോൾ ആ മേഖലയിലൂടെ കടന്നു വരുന്ന ഓരോ പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനുമുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കും. വീണ്ടും പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11:6, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരാൾക്ക് പോലും സാധ്യമല്ല. വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥം. അതാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം വ്യർത്ഥമാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, വിശ്വാസം ഉണ്ടാവണം. വിശ്വസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനടിസ്ഥാനമായ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ആഴമായ ബോധ്യമുണ്ട്, കർത്താവ് എന്നിൽ വസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആഴമായ ബോധ്യമൊക്കെ അതിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് അതൊക്കെ മതി, ഞാൻ പള്ളിയിൽ പോകില്ല, വിശുദ്ധ കുർബാന പങ്കെടുക്കുകയില്ല, കുമ്പസാരിക്കുകയില്ല, കൂദാശകളിലൊന്നും എനിക്ക് താല്പര്യമില്ല, എന്നാൽ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്നത് അതൊരിക്കലും അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു വഴിയല്ല എന്നാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് നിർജീവമാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം അതാ. അപ്പോൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ് അനുഗ്രഹം പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഇല്ലെങ്കിൽ വെറും ഒരു ആചരണം മാത്രമായിട്ട് മാറും. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. യേശുവുണ്ടോ? ഉണ്ട്. ദൈവമുണ്ടോ? ഉണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്തനുഭവം ഉണ്ടായി? എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് എന്തനുഭവം ഉണ്ടായി? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അനുഭവമായി തീരണമെങ്കിൽ വിശ്വാസം എപ്പോഴും ആഴമുള്ളതായി തീരണം. അത് പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കണം. ദൈവീകമായ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കൃപ നമ്മിലേക്ക് വളരാൻ തുടങ്ങിയുള്ളൂ. അതാണ് സമാധാനം നൽകുന്നത്. വിശ്വാസമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. ആഴപ്പെട്ട ബോധ്യത്തിൽ നിന്ന് നമ്മിലേക്ക് കടന്നു വരുന്നതെല്ലാം ദൈവകൃപയിൽ ചേർന്ന് നിൽക്കാനായി നമ്മെ സഹായിക്കുന്നതാണ്. അപ്പം അതിലൂടെ വരുന്ന സഹനങ്ങൾ പോലും അപ്പോൾ അനുഗ്രഹമായി മാറും. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ച് ആഴപ്പെട്ട് ബോധ്യത്തോടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിന് അനുഭവപ്പെട്ട ആ ത്യാഗവും അബ്രാഹം സ്വീകരിച്ച സഹനവും അത് തലമുറകൾക്കെല്ലാം അനുഗ്രഹമായി തീരുകയാണ്. നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം എന്നൊരു സന്ദേശം അബ്രാഹം സ്വീകരിച്ച ആ സന്ദേശം അനുഗ്രഹമായി തലമുറകളിലേക്ക് ഒഴുകുന്നതായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ,
അപ്പോൾ നമുക്കുള്ള ആ വിശ്വാസം പ്രവൃത്തിയാൽ പൂർത്തീകരിക്കപ്പെടണം. പ്രവൃത്തിയും വിശ്വാസവും ഒരുപോലെ പോകുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് വിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും. വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിൽ അതിനാൽ തന്നെ അത് പൂർത്തീകരിക്കപ്പെടുന്നില്ല, അത് പ്രവൃത്തിയിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോഴതാണ് വേണ്ടത്. വിശ്വസിക്കുന്നുവെങ്കിൽ അതിനെ നിലനിർത്തുവാൻ ഞാൻ എന്തു ചെയ്യുന്നു? അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ആഴപ്പെട്ട് നിത്യജീവനിലേക്ക് നമ്മെ തന്നെ നയിക്കുന്നവരായി നമുക്ക് മാറാം. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറാം. നിത്യജീവനെ പ്രതീക്ഷിക്കുന്നവരായി മാറാം. നമ്മെയും നമ്മുടെ ജീവിത മേഖലകളെയും കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ ഒരു നിയോഗത്തിന് വേണ്ടി ഇന്നേ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ഓർക്കാം. ഉപരിപഠനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കാം. അവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാനായി പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതം ജീവിക്കാൻ എല്ലാ മക്കൾക്കും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനത്തിൻ്റെ മേഖലകളിൽ, ജീവിത മേഖലകളിൽ വിശ്വാസം കൈവിട്ടു പോകാതെ യേശുവിനോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട് യേശുവിലായി തീരുന്നവരായി എപ്പോഴും ജീവിക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കാം. കാവൽ മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ ഇടവകയുടെ വിശുദ്ധരെ, നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരുടെ പ്രത്യേക സഹായം നമുക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും അതേപോലെ തന്നെ അവരുടെ നിയോഗങ്ങളോടും ചേർന്ന് നമ്മുടെ നിയോഗത്തെയും ചേർത്ത് വെച്ച് നമുക്ക് ഓരോരുത്തർക്കും ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ ഒരു ജപമാലയോ ഒരു കരുണജപമാലയോ ഒരു കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും ഒക്കെ സമർപ്പിച്ച് ഇവിടെ ശുശ്രൂഷ എന്ന സകലരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുവഴി അനേകർ ലോകം മുഴുവനും കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തിരുസഭയോട് ചേർന്ന് നമ്മൾ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്നു. മാർപ്പാപ്പയോട്, കർദിനാളന്മാരോട്, മെത്രാന്മാരോട്, എല്ലാ വൈദികരോടും സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ആശീർവാദം സ്വീകരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാ പ്രവർത്തന മേഖലകളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.